ഞങ്ങൾ തൃശ്ശൂർക്ക് പോവാണ്. ആഷിഖാനെ ഒന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം. അപ്പോൾ ഒപ്പം ഞങ്ങൾ സീ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. തൃശ്ശൂർ നമ്മൾ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട്, അവിടുന്ന് നമുക്ക് സീ ഫുഡും കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ആഷിഖാനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ തരും കേട്ടോ. ഞങ്ങളത് ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഷിഖാൻ്റെ പിമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങാനായിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. എന്നാലും ഞങ്ങൾ സീ ഫുഡ് കഴിക്കാൻ വന്നതല്ലേ എന്ന് വിചാരിച്ച് റെസ്റ്റോറൻറ്റ് പോയിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബിരിയാണിയും പിന്നെ ഒരു കൂന്തൽ റോസ്റ്റും പിന്നെ ഒരു മീൽസുമാണ്. അത് മോനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഞങ്ങൾ പിന്നെ ടീ ടൈം ആയതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാം എന്നുള്ളതായി. പക്ഷേ മോനിക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് കൂന്തൽ റോസ്റ്റ്. പക്ഷേ പച്ച കൊടുന്ന് വെച്ച പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അത് കാരണം വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ശോഭാ മാളിലേക്ക് വിട്ടു. ഉമ്മാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മൂദിനായിട്ട് ശോഭാ മാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ എത്തിയിട്ടൊന്ന് കറക്കണം എന്നുള്ളത്. അതങ്ങ് സാധിപ്പിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിക്കാണ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ ഇവിടെ ഇരുന്ന് അനുവിനെ മിസ് ചെയ്യുന്ന കാര്യം പറയുകയാണ് കേട്ടോ. ഉപ്പതാ പൊട്ടേറ്റോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സാധാ നോർമൽ. ഓക്കെ, സ്പെഷ്യൽ ഐറ്റംസ്. ഓക്കെ ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. ആഷിക വന്നത് മൊഹീറ്റോ ആയിട്ടാണ്. മോദിയും അമ്മാമ്മയും മത്സരിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഉപ്പാക്ക് ഓർഡർ ചെയ്തത് വന്നിട്ടാ. ഉപ്പാക്ക് ഇപ്പൊ നമ്മളെ ചങ്കാണ്. നമ്മൾ നല്ലോണം എന്താ പറയാ കോപ്പറേറ്റ് ചെയ്യുന്ന ആളാ. അതായിരിക്കണോ ഒരെണ്ണോ ഒരെണ്ണം കഴിച്ചാൽ മതിട്ടാ. വയറ് തീർക്കും. ഉമ്മാക്ക് വാങ്ങിയിട്ടുള്ളത് പിസ്സയാണ്. അമ്മൂതിയുടെ ഓൾറെഡി ഫിനിഷ് ആണ്. ഐസ്ക്രീം ആൻഡ് റോൾ പൊട്ടേറ്റോ ആണ് അമ്മൂതിക്ക് ഓർഡർ ചെയ്തത്. അതെല്ലാവരും കൂടെ കഴിച്ചു. ഇനി ഞങ്ങളുടെ ബർഗറിന്റെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ബർഗറും പിസ്സയും കൂടെ വരാനുണ്ട് കേട്ടോ. പിസ്സ എത്തിയിട്ടുണ്ട്. പിസ്സ ശരിക്കും എക്സ്പെക്റ്റേഷൻ വാസ് ദ റിയാലിറ്റി ആയിപ്പോയി. ഒരു കുഞ്ഞ് പിസ്സ ആയിരുന്നു, ഒരാൾക്ക് കഴിക്കാനേ ഉള്ള ഒരു പിസ്സ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത്ര കുഞ്ഞ് പിസ്സ കാണുന്നത് കേട്ടോ. ഇവിടെ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ വലിയ പിസ്സയാണ്. അപ്പോൾ ഞാൻ അതാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞ് പിസ്സ ആയിരുന്നു. എന്നാൽ ഞങ്ങളത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങളുടെ ബർഗർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു വെജ് ബർഗറും 2 ബീഫ് ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെജ് നമ്മളുടെ ലീനമോൾക്കാണ്, ബാക്കി 2 ഞങ്ങൾക്ക്. ഉച്ചക്ക് ഒന്നും കഴിക്കാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ബർഗറും അങ്ങ് വേഗം കഴിച്ച് തീർത്തു. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആഷിക്കയുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ആഷിക അത് റെഡി ആയിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആഷിക എന്നോടൊരു ചോദ്യം, നിനക്ക് വല്ലതും മേടിക്കണോ ഡ്രസ്സ് എന്തെങ്കിലും? പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഏതായാലും വന്നതല്ലേ നമുക്ക് ഡ്രസ്സ് നോക്കിയിട്ട് പോവാം. ഷോപ്പിലെത്തിയപ്പോൾ ഒരാൾ സമരത്തിലാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാം, എനിക്കൊരു ടോയ് മേടിക്കാൻ പറ്റില്ല അല്ലേ എന്നുള്ളൊരു ചോദ്യമായിട്ട് അവിടെ വാശി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്ലാനും ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ബൈ.